ഇൻഫ്ലുവൻസേഴ്സ് പ്ലസ് NDAയിലും LDFിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ UDFിൽ ജോയിൻ ചെയ്യും. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിൻ്റെ രാഷ്ട്രീയമായ അടിത്തറ ഞങ്ങൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കേരള കോൺഗ്രസ് ആയിരിക്കും, മറ്റൊരാളായിരിക്കും എന്ന് ഞങ്ങളാരും പറയുന്നു. അല്ലല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ. UDF എന്ന് പറയുന്ന ഒരു വലിയ മുന്നണിയാണ്. ആ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ അത്ര മോശമാണെങ്കിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഏറ്റവും വലിയ വിജയം നേടിയ ഒരു മുന്നണിയാണ്. പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വന്നതിന് ശേഷം 95-ന് ശേഷം 30 വർഷത്തിനിടയിലെ ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ വിജയം നേടി നിൽക്കുന്ന ഞങ്ങൾ ദുർബലമാണെന്ന് ശത്രുക്കൾ പോലും പറയില്ല, പുറത്തു പറയുമായിരിക്കും, മനസ്സിൽ വിചാരിക്കില്ലല്ലോ. ഞങ്ങൾ ദുർബലമായ സ്ഥിതിയാണോ? ആണോ? കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും വിജയിച്ച ഒരു മുന്നണി. എങ്ങനെ? എത്രയെല്ലാം ഭൂരിപക്ഷത്തിന്? ഇരട്ടി ഭൂരിപക്ഷത്തിന്, 4 ഇരട്ടി ഭൂരിപക്ഷത്തിന്, 5 ഇരട്ടി ഭൂരിപക്ഷത്തിനെല്ലാം വിവിധ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചൊരു മുന്നണി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച ഒരു മുന്നണി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ഒരു മുന്നണി. 30 വർഷത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം നേടിയ UDF. എന്നിട്ട് ഞങ്ങൾ ദുർബലരാണ് എന്ന് ആരാ പറയുന്നത്? പറഞ്ഞു അങ്ങനെ വിചാരിച്ചോട്ടെ, അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി, മാറ്റം വരരുത്. കാരണം തെറ്റായ വിചാരങ്ങൾ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ടീം UDF. എവിടെയാണ് ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നത്? തല്ലി പിരിയുന്നത് എവിടെയാണ്? പരസ്പര സംശയം എവിടെയാണ്? വിശ്വാസമില്ലായ്മ എവിടെയാണ്? LDFിൽ 10 കൊല്ലത്തെ അധികാരം പൂർത്തിയാക്കുമ്പോൾ പരസ്പര വിശ്വാസമില്ലാതെ, പരസ്പരം കബളിപ്പിച്ചുകൊണ്ട്, പരസ്പരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, പരസ്പരം വിശ്വാസമില്ലാതെ നിൽക്കുന്ന മുന്നണി ഏതാ? LDF ശിഥിലമാവുകയാണ്. UDF ടീം UDF ആയി നിൽക്കുകയാണ്. ഈ വാക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ വാക്ക് ഓരോ ദിവസവും അടിവരയിട്ടുള്ളൂ, ഇനിയുള്ള ഓരോ ദിവസവും. എന്നാ പിന്നെ ചെറുപ്പക്കാരെ ആക്കാം. അടുത്ത് പ്രായമായവരെ കൊണ്ടുപോകുന്നതിന്റെ വിഷമമുണ്ടെങ്കിൽ അടുത്തത് വേണേൽ ചെറുപ്പക്കാരെ നോക്കാം. വേണോ? എന്താ പറയുന്നത്? പ്രായമായവർ അത്ര മോശക്കാരായിട്ടുള്ള ആളുകളാണോ? അത് പുള്ളി പിണറായി വിജയൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞായിരിക്കും. പ്രായമായവർ അതിനെ കുറിച്ച് മാറാൻ സമയമായെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പ്രായമായവർ വേണ്ട.